സൂര്യോദയം കാണാൻ പാർക്ക് തുറന്നു കൊടുക്കാത്തതിൽ ഇടുക്കി നെടുങ്കണ്ടം മാമപ്പാറ ജാലകം ഇക്കോ പാർക്കിൽ വിനോദസഞ്ചാരികളുടെ പ്രതിഷേധം. 3.16 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാർക്ക് വ്യാഴാഴ്ചയാണ് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തത്. പ്രതിഷേധത്തെ തുടർന്ന് 9 മണിയോടുകൂടി ജീവനക്കാർ എത്തി പാർക്ക് തുറന്നു നൽകി. സന്ദീപ് രാജാക്കാട് നൽകും വിവരങ്ങൾ. സന്ദീപ്, ഈ 9 മണിക്കൊക്കെയാണോ സൂര്യോദയം കാണേണ്ടത് അവിടെ? അത്തരത്തിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ വന്നിരുന്ന സഞ്ചാരികൾ ഉയർത്തിയത് എന്ന് മനസ്സിലാക്കാൻ. സൂര്യോദയം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ 3,14,00,000 രൂപ മുടക്കി ഒരു പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ആ പാർക്ക് കഴിഞ്ഞ 14-ാം തീയതിയായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി, ഇല്ലെങ്കിൽ സഞ്ചാരികൾക്ക് വേണ്ടി തുറന്നു നൽകിയത്. അവിടെ അതിരാവിലെ എത്തിയ സഞ്ചാരികൾ നോക്കുമ്പോൾ ഇത് പൂട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു. അതിനുശേഷം 8:45 ഏതാണ്ട് 9 മണിയോട് കൂടിയാണ് ജീവനക്കാരനെത്തി ഈ പാർക്ക് തുറക്കുന്നത്. അപ്പോൾ എന്ത് തരത്തിലാണ് ഈ വിനോദസഞ്ചാര മേഖലയെ വലിയ രീതിയിൽ പരിപോഷിപ്പിക്കുന്നതിനും അതിന്റെ ഒരു സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിനും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ പോലും അതും കൃത്യമായി പ്രായോഗികമായി പ്രവർത്തിപ്പിക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടാകുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. കാരണം അതിനുശേഷം ഈ സൂര്യോദയം കഴിഞ്ഞതിന് ശേഷം അവിടെ മറ്റു കാഴ്ചകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഏറ്റവും മനോഹരമായി ആസ്വദിക്കാൻ കഴിയുന്നത് സൂര്യോദയമാണ്. അതിനുവേണ്ടി ആളുകൾ പുലർച്ചെ ഉറക്കം വളർത്തിയിരുന്നാണ് ട്രെക്കിംഗ് വാഹനങ്ങളിലടക്കം ഈ മേഖലയിലേക്ക് എത്തുന്നത്. അവിടെ എത്തിയപ്പോഴാണ് കടുത്ത മഞ്ഞും തണുപ്പുമൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ എത്തുമ്പോഴാണ് മനസ്സിലാക്കുന്നത് പാർക്ക് പൂട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നത്. അതാണ് ഇവരെ പ്രകോപിപ്പിക്കുകയും പിന്നീട് പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എന്തായിരുന്നാലും DTPC സെക്രട്ടറി അടക്കമുള്ളവരുടെ ഒരു മറുപടി ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. എന്താണ് വീഴ്ച ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് അക്കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. അവരെ നമ്മൾ ബന്ധപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അവരുടെ ഒരു മറുപടി ലഭ്യമായിട്ടില്ല. എന്തായിരുന്നാലും ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഇടപെടൽ DTPCയുടെ ഭാഗത്ത്. ഏതായാലും പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ പാർക്ക് തുറന്നു നൽകിയിട്ടുണ്ടെന്നാണ് സന്ദീപ് രാജാക്കാട് റിപ്പോർട്ട് ചെയ്യുന്നത്.